സർ, കേരള സർവകലാശാലയുടെ ചാൻസലർ, നമ്മുടെ ഗവർണർ കൂടിയായ ചാൻസലർ ഒടുവിൽ തീരുമാനിച്ചു രജിസ്ട്രാറെ സ്ഥാനത്ത് നിന്ന് നീക്കാം. അതിനുള്ള നിയമോപദേശം അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ കയ്യൂക്കുകൊണ്ട് ഗവർണറെ നേരിടും എന്ന നിലപാടിലാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന CPM-ഉം കുട്ടി സഖാക്കന്മാരുടെ സംഘടനയായ SFI-യും. ഇന്നലെ അതിൻ്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ കേരള സർവകലാശാലയിൽ കണ്ടു. ഈ ഗുരുതരമായ സാഹചര്യത്തെ ഗവർണർ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? വളരെ കൂളായിട്ട് തന്നെ നേരിടും. നിയമം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ്, അധികാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ്. തീരുമാനമെടുക്കാനുള്ള സർവാധികാരം ഗവർണർക്കാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സർവാധികാരി എന്ന് പറയുന്നത് ചാൻസലറാണ്. എന്ത് തീരുമാനം വേണമെങ്കിലും നിയാമകമായിട്ടുള്ള ചട്ടങ്ങൾ പ്രകാരം, ആ ചട്ടങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്ന്. ആ രീതിയിൽ അദ്ദേഹത്തിന് കൈക്കൊള്ളാം. അതാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത്. അല്ലാതെ ഭരണഘടന എടുത്ത് നാഴികയ്ക്ക് 40 വട്ടം തലയ്ക്ക് മീതെ ഉയർത്തുകയോ ഭരണഘടന എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുകയോ അല്ല അദ്ദേഹം ചെയ്യുന്നത്. മതേതരത്വം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ട് PDP-യുമായിട്ട് കൂട്ടുകെട്ടുന്നത് പോലെയല്ല. ഭീകരവാദികൾ തങ്ങളുടെ ഒരു സഖാവിനെ കൊന്നിട്ട്, അഭിമന്യുവിനെ കൊന്നിട്ട് കൊലയാളികളുടെ പേര് പോലും ഉച്ചരിക്കാൻ പേടിക്കുന്നത് പോലെയുള്ള, മാത്രമല്ല ആ സംഘടനയുടെ പേര് പോലും പറയുന്നില്ല, ആ പേര് പോലും ഉച്ചരിക്കാൻ മടിക്കുന്നത് പോലെയുള്ള മതേതരവാദമല്ല, കപട മതേതരവാദമല്ല, കപട ജനാധിപത്യമല്ല, ഫാഷിസ്റ്റ് രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ കുട്ടിക്കൊരങ്ങന്മാരെ അതിനുവേണ്ടി അഴിച്ചുവിട്ടിട്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയിട്ട് അറിവിൻ്റെ തിരുനടകളായിട്ടുള്ള സർവകലാശാലയുടെ ഗേറ്റുകൾ പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, മാപ്പു സാക്ഷികളാക്കിക്കൊണ്ട് അടിച്ചു തകർത്തിട്ട് ഒരു സരസ്വതി വിദ്യാലയത്തിൻ്റെ വാതിലുകൾ, അറിവിൻ്റെ തിരുനട തകർത്ത് കളയുക എന്ന് പറയുന്നത് അവിടെ അക്ഷരാഭ്യാസം നടക്കുന്ന സ്ഥാപനമാണ്. ഒരു പ്രാർത്ഥന പോലും നടക്കാത്ത ബാബറി മസ്ജിദ് തകർത്തപ്പോൾ വീഡിയോ രഥങ്ങളുമായിട്ട് ഒരു പൈങ്കിളി ചിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഭീകര ഹൊറർ ചിത്രത്തിൻ്റെയോ വീഡിയോകളുമായി നാടെമ്പാടും ഹിന്ദു വിരുദ്ധത, BJP വിരുദ്ധത വിതച്ചു നടന്ന പാർട്ടിയാണ് ഇപ്പോൾ അറിവിൻ്റെ തിരുനടയായിട്ടുള്ള ആയിരങ്ങൾക്ക് അക്ഷരാഭ്യാസം നടത്തുന്ന ആ ഒരു സർവകലാശാലയുടെ വാതിലുകൾ പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തച്ചു തകർത്തത്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നവർ ഇന്നെവിടെ? ബാബറി മസ്ജിദ് തകർത്തതിനേക്കാൾ വലിയൊരു പാതകമാണ് അവർ ചെയ്തതെന്ന് ഞാൻ പറയും. അവർ പഠിക്കുന്ന കോളേജിൻ്റെ വിദ്യാപീഠത്തിൻ്റെ ആസ്ഥാനം തന്നെ തകർത്തുകൊണ്ട് എന്ത് നാശങ്ങളാണ് അവർ വരുത്തി വെച്ചത്. ഇതെല്ലാം മൂകസാക്ഷിയായി നിൽക്കുകയായിരുന്നു സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ പരിവാരങ്ങളും പോലീസും സാക്ഷി. അവരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോകട്ടെ, അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, വിദ്യാപീഠങ്ങളെ, അത് ഫിസിക്കലായിട്ടുള്ള നാശം, മറ്റൊരു വശത്തു കൂടി അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണോ? അവിടെ അവരുടെ നോമിനികളായിട്ടുള്ള സിൻഡിക്കേറ്റ് പാർട്ടിയുടെ ധാർഷ്ട്യം സർവകലാശാല വളപ്പിനുള്ളിൽ കാണിക്കുകയാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളെ കാണിക്കുന്നതാണ് നമ്മൾ കോഴിക്കോട്ട് കണ്ടതെങ്കിൽ അവിടെ CPM-ൻ്റെ ഗുഡ് ബുക്കിൽ എൻട്രി കിട്ടിയ ആൾക്കാരെ പ്രവേശിപ്പിച്ചിട്ട് യാതൊരു വിവരവുമില്ലാത്തതുപോലെ കോടതികളെപ്പോലും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വാക്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിട്ടിട്ട് അത് പിൻവലിക്കാതിരിക്കുക, അതിനൊരു പശ്ചാത്താപവും പ്രകടിപ്പിക്കാതെ ഒടുവിൽ സഹികെട്ട കോടതിക്ക് പോലും ക്രിമിനൽ കോടതി അലക്ഷ്യ കേസ് ചുമത്തേണ്ടി വന്നിരിക്കുക. എല്ലാം ക്ഷമിക്കുന്ന ശംഭു എന്ന വിളി പോലും ക്ഷമിച്ച കോടതിക്ക് അവസാനം ഒരു സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ കേരളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള പരാമർശത്തിൻ്റെ പേരിൽ കേസെടുത്ത് വന്നിരിക്കുന്ന സാഹചര്യം. ഇതാണ് ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റത്തിനുള്ളിൽ ഗവർണർ എന്ത് ചെയ്യുമെന്ന് ആണ് ചോദിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ എക്കോസിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് സധൈര്യം, നെഞ്ചുറപ്പോടെ, നട്ടല്ലുറപ്പോടെ ജയിലിലേക്ക് സഞ്ചരിച്ച ഒരു ഗവർണറാണ് കേരള രാജ്ഭവനിൽ ഇരിക്കുന്നത്. ഈ മുമ്മാക്കി കണ്ടൊന്നും ഭയപ്പെടുന്ന ആളല്ല. ഇങ്ങനെ കിടന്ന് നാഴികയ്ക്ക് 40 വട്ടം ഭരണഘടന, മതേതരത്വം, ജനാധിപത്യം എന്ന് പറയുകയല്ല, അത് പ്രയോഗത്തിൽ വരുത്തുന്ന ആളാണത്. വാചകമടിയല്ല, പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അവിടെ തന്നെ ആക്രമിക്കാൻ കല്ലും വടിവാളും കട്ടയുമായി
ഇഷ്ടിക കട്ടകളുമായി ഇന്ന് ജനങ്ങൾക്കിടയിലൂടെ പോയി ഭാരത മാതാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തിയ സധൈര്യം തന്നെ എതിർക്കാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളെ അഭിവാദനം ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധിയെപ്പോലെ അതിൻ്റെ ക്യാമ്പസിൻ്റെ കവാടം കടന്ന് പുറത്തു പോയത്. അത് വലിയൊരു അടിയായിപ്പോയി SFIക്കും മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഫാഷിസ്റ്റ് പാർട്ടിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കേരള സർവകലാശാലയ്ക്കുള്ളിൽ അതിൻ്റെ ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയാമകമായ രീതിയിൽ ചോദിച്ചോളൂ സർ. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ പറയുന്നത് ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കി എന്നാണ്. എന്നാൽ നമ്മുടെ VC പറയുന്നത്, സിസ തോമസ് പറയുന്നത്, എൻ്റെ അധ്യക്ഷതയിൽ കൂടിയ സിൻഡിക്കേറ്റ് യോഗം അങ്ങനൊരു കാര്യമേ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടു. ഞാൻ പിരിച്ചുവിട്ടതിന് ശേഷം ഈ ഡോക്ടർ PA രാധാമണിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഇവരൊരു സിൻഡിക്കേറ്റ് കൂടി. ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിൽ VC ആയ ഞാൻ ഒപ്പുവെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ സസ്പെൻഷൻ റദ്ദാകും എന്നാണ് അവർ ചോദിക്കുന്നത്. അതുതന്നെയാണ് ഗവർണർക്ക് നിയമോപദേശവും ലഭിച്ചിരിക്കുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, ഒരു കാരണവശാലും ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് നിലവിൽ റദ്ദാക്കിയ നിലയിൽ തന്നെയാണുള്ളത്. എന്നിട്ടും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തൊരു കഷ്ടമാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. ഈ വാദവിവാദങ്ങളിലൊന്നും ഒരു കാര്യമില്ല പ്രശാന്ത്. ഇതൊക്കെ വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുക. വെൻ യു ഫെയിൽ ടു കൺവിൻസ്, ജസ്റ്റ് കൺഫ്യൂസ്. അതെ, അതാണ് മോഡേൺ മാനേജ്മെന്റിന്റെ നയം. കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റാതാവുമ്പോൾ അത് അക്രമത്തിലേക്ക് തിരിയുന്നു. മോഡേൺ മാനേജ്മെന്റിന്റെ സെയിൽസിന്റെ നയം അതാണ്. അതുപോലൊരു സെയിൽസ്, അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു സെയിൽസ് നടത്തുകയാണ് അവരെന്നുള്ളത്, അവരുടെ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഫാഷിസ്റ്റ് പാർട്ടി, ഫാഷിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതാണിത്. സാർ, പോലീസിനെ ആക്രമിക്കുക, പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ ഇത്രയും അക്രമം കാണിക്കുമ്പോൾ അവസാനം ഇന്നലെ VCയുടെ റൂം തല്ലി തകർക്കാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് ഇടപെടുന്നതും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും. കേരള സർവകലാശാലയിൽ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ കലാപമാണ് നടന്നത്. വിദ്യാർത്ഥികൾ ഈ SFIയുടെ നേതൃത്വത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഫാസിസ്റ്റ് കലാപമാണ് അവിടെ അഴിച്ചുവിട്ടത്. ബ്ലാക്ക് മെയിൽ, ഫിസിക്കൽ ത്രട്ട് വരുമ്പോൾ ആർക്കും പേടി വരും. ഭീകരവാദികളുടെ അതേ നയം, താലിബാൻ്റെ അതേ നയം, പണ്ട് ഫാഷിസത്തിൻ്റെ അതേ നയം, ഹിറ്റ്ലറുടെ നയം, നാസികളുടെ നയം, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇവരുടെ നയം ഇത് തന്നെയാണ്. ഇവിടെ തനിക്കുണവും ഇത് തന്നെയാണ്. ജനാധിപത്യത്തിലോ ഭരണഘടനയിലോ മതേതരത്വത്തിൽ പോലുമോ ഇവർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ, സ്വാതന്ത്ര്യം, സോഷ്യലിസം. പ്രയോഗത്തിൽ അതില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, നമുക്ക് വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഉത്തരം. നമ്മളിങ്ങനെയുള്ള ഒരു തലനാരിയുടെ കീറിയുള്ള ചർച്ച വേണ്ട. ദ ബോസ് ഈസ് ആൾവേസ് റൈറ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ സർവീസ് റൂൾസ് അനുസരിച്ചും നമ്മുടെ ഭരണഘടന അനുസരിച്ചും മുകളിലിരിക്കുന്ന ആൾ പറയുന്നത് താഴെ ഇരിക്കുന്ന ആൾ അനുസരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് കൊറിയാകാം, രേഖാമൂലമുള്ളതിൻ്റെ കാര്യത്തിൽ. അല്ലാതെ പറയുന്നത് അനുസരിക്കേണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇവിടെ രേഖാമൂലം തന്നെ എഴുതപ്പെട്ട ഒരു കാര്യമാണ്. KS അനിൽകുമാറിനെ ഗവർണർ എഴുതി കൊടുത്ത കാര്യമാണ്. രേഖാമൂലമുള്ളത് അതിൻ്റെ സാങ്ക്ടിറ്റി ഉണ്ട്, ഭരണഘടന പോലെ സാധുതയുണ്ട്. അൺലെസ് അതർവൈസ് ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻഡ് ഓർ ഒബ്ജക്റ്റഡ് ബൈ ദി കോർട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഭരണഘടനയുടെ വ്യാഖ്യാനം. അങ്ങനെ വരുമ്പോൾ ഗവർണറുടെ അടുത്തൊരു തീരുമാനം, അതിനപ്പുറം ഒന്നുമില്ല. ആരെ VC ആയി നിൽക്കുന്നു അത് VC തന്നെ. അത് VCയുടെ കീഴിൽ വരുന്ന രജിസ്ട്രാർ ആരായിരിക്കണമെന്ന് VC തീരുമാനിക്കുന്നു. മോഹൻ കുന്നുമേലല്ല, ഏത് വ്യക്തി ആ കസേരയിലിരിക്കുന്നോ തീരുമാനിച്ചാലും അതാണ് അതിൻ്റെ നടപടി. അദ്ദേഹം നോ മോർ ഈസ് എ രജിസ്ട്രാർ എന്നുള്ളതാണ്. എന്നിട്ട് ഭീഷണി കൊണ്ട് സിൻഡിക്കേറ്റ് നമ്മുടെ നിയമസഭ പോലെ കുറേ ശിവൻകുട്ടിമാരിരുന്നും കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് വൈസ് ചാൻസലറെ. അത് ചങ്കുറപ്പുള്ള വൈസ് ചാൻസലർ ആയതുകൊണ്ട് അത് സമ്മതിച്ചില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കുന്നത്. സിസ തോമസ് സ്വാഭാവികമായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടേതായിട്ടുള്ള ഭയം കാണും. SFIക്കാരെ കുറേ കണ്ടതല്ലേ. ശവഘോഷയാത്ര നടത്താനും കൊല്ലാനും പോലും മടിക്കാത്ത തീവ്രവാദികളുടെ അണികളാണത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർക്കൊരു വിരമിച്ച പ്രിൻസിപ്പാളിനെ അവരുടെ കസേര കൊണ്ടുവന്ന് ഈ എന്താ പറയുക കുഴിമാടം ഒരുക്കിയ കൂട്ടരാണ് ഇവർ SFI. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഇരിക്കുന്ന കസേര അത് അടിച്ചുടച്ച് നശിപ്പിച്ച് അവരുടെ ഓഫീസ് നശിപ്പിച്ച കൂട്ടരാണ് SFIക്കാർ. നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അതായത് അങ്ങനെ വരുമ്പോൾ വാട്ട് ദ ഗവർണർ ഡിസൈഡഡ് ഈസ് ദി സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ദ റൂൾ. ഇറ്റ് ഷുഡ് ബി ഒബെയ്ഡ്, അതർവൈസ് ഇറ്റ് ഈസ് ഡിസൊബീഡിയൻസ് ഓർ ഇൻസബോർഡിനേഷൻ. ആ അനുസരണക്കേടിനാണ് കോടതി
അത് കേസാക്കിയത്. ഇപ്പോൾ അത് തീർപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. KS അനിൽകുമാർ കേസ് പിൻവലിച്ചല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം നോ മോർ ഹീസ് ദ രജിസ്ട്രാർ എന്നുള്ളതാണ്. മാറ്റിയൊന്നുമില്ല. കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. സിൻഡിക്കേറ്റ് എന്തോന്നാ ഇത്? സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ പരിപാടി ചെയ്യുന്ന CPMൻ്റെ ഒരു CIT യൂണിയൻ പോലെയുള്ള ആ യൂണിയൻ അല്ല ഇതിൻ്റെ കാര്യങ്ങൾ തീർപ്പാക്കേണ്ടത് അവരല്ല. അല്ലെങ്കിൽ പറയട്ടെ, ഡോക്ടർ ഇക്ബാലോ അല്ലെങ്കിൽ CPMൻ്റെ അക്കാഡമിഷ്യൻസ് ഉണ്ടല്ലോ, ബുദ്ധി കേന്ദ്രങ്ങളായിട്ടുള്ളവരെ, ബുദ്ധിശാലകളായിട്ടുള്ളവർ, അവർ പറയട്ടെ, ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുറേ പ്രതികരിച്ചിട്ടില്ല. ഈ ബന്ദ് അല്ലെങ്കിൽ ഈ പണിമുടക്ക് നിർബന്ധമായിട്ട് നടത്താനിരിക്കുന്ന കുറേ മീശ വിരിക്കുന്ന CITക്കാരുണ്ടല്ലോ, അതുപോലെ സിൻഡിക്കേറ്റ് പെരുമാറി. അവിടെയും നടന്നിട്ടുള്ളത് എന്താണ്? ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ അവരുടെ സമ്മർദ്ദം കൊണ്ട്, അവരുടെ ഫാക്ഷിസം കൊണ്ട് പാവപ്പെട്ട ആ VC സ്ത്രീ ആയതുകൊണ്ട് അവർ വിളിച്ചുകൂട്ടി യോഗം. ഈ അജണ്ടയിലില്ല. ഈ ഹരികുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുക എന്നൊരു കാര്യം അജണ്ടയിലില്ല. അതെ, KS അനിൽകുമാറിൻ്റെ പിൻവലിക്കുക എന്നൊരു കാര്യമില്ല. ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ യോഗം പിരിവിച്ചിട്ട സമയത്ത് ഇവർ കുറേ പേര് കൂടി വേറൊരുത്തരെ അധ്യക്ഷനാക്കിയിട്ട് അവിടെ തീരുമാനിച്ച കാര്യം അതിന് എന്ത് സാങ്ക്ടിറ്റിയാണുള്ളത്? അങ്ങനെ ഒപ്പിട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരള അസംബ്ലി കൂടി ഭൂരിപക്ഷം CPMനാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറെ അങ്ങ് മാറ്റുന്നു. ഞങ്ങളെല്ലാം കൂടെ കൂടി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ മാറ്റിയിട്ട് പകരം MV ഗോവിന്ദനെ ഗവർണറായിട്ട് നിയമിച്ചിരിക്കുന്നു. അമ്മേ ബേബി ആയാലും മതി. തിരിച്ച് കൈയടിച്ച് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഉടനെ MA ബേബി അല്ലെങ്കിൽ ഈ പറയുന്ന MV ഗോവിന്ദൻ കേരളത്തിൻ്റെ ഗവർണറാവുക. അങ്ങനെയാണെങ്കിൽ ഭരണഘടന മഹത്തരമാണല്ലോ. ഭരണഘടനയെ വിളിച്ച് ആണയിടുന്നത്. അങ്ങനെ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളതെന്ന് ഇവർ സമ്മതിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനിത് സമ്മതിക്കാം. ഇതല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധം, ജനാധിപത്യ വിരുദ്ധം, അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പൊട്ടം കളിച്ച് നടക്കുകയാണ് മാധ്യമങ്ങളും അതുപോലെ പൊതുജനങ്ങളും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.